വരികയായിരിക്കും. ഉണ്ടായ സംഗതിക്ക് മാപ്പ് ചോദിക്കാൻ വേണ്ടി വരികയായിരിക്കും. കുടുംബക്കാരോട് പറയാൻ മടിണ്ടാകരുത്. അവരോട് പറയണം ചെയ്യുന്നത് ശരിയല്ല. സ്വന്തം ജ്യേഷ്ഠനാണെങ്കിലും അനുജനാണെങ്കിലും, അത് കല്യാണത്തിനാണെങ്കിലും സൽക്കാരത്തിനാണെങ്കിലും, ഇനി വേറെന്തൊക്കെ പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ എണ്ണിക്കോളൂ. അതിനൊക്കെ ആണെങ്കിലും ദീനെ ഹറാമാക്കിയൊരു കാര്യമാണെങ്കിൽ അത് ഹറാമാണ്, ചെയ്യരുത് എന്ന് പറയണം. നമ്മൾ ആദ്യം ഒരുങ്ങണം. നമ്മളെ വീട്ടിലും അതേ ഒരു പരിപാടി നടന്നെങ്കിൽ പിന്നെ അവിടെ എതിർക്കാൻ വലിയ ചാൻസ് ഒന്നും ഉണ്ടാകൂല. അത് ശരി, നിന്റെ വീട്ടിൽ ഇതൊക്കെ നടത്തിയിട്ട് എന്റെ വീട്ടിൽ നടത്തുമ്പോ നീ എതിർക്കേ. നിന്റെ വീട്ടിൽ മിഠായി കല്യാണം, മൈലാഞ്ചി കല്യാണം, പിന്നെന്ത് കല്യാണം, എല്ലാ കല്യാണവും നീ നടത്തി. നിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ എന്റെ വീട്ടിൽ വന്ന് നീ എതിർക്കാനോ വേളറിയാനോ എന്നവൻ ചോദിക്കരുത്. നമ്മൾ അതിൽ നിന്ന് മുക്തമായ ശേഷം അവരെ ഉപദേശിക്കണം. പറ്റില്ല, ഈ ചെയ്യുന്ന പരിപാടി തെറ്റാണ്. എന്താ ഇപ്പൊ അനുജന്റെ വീട്ടിൽ നടക്കുന്നത്? എന്താ അനുജന്റെ വീട്ടിൽ നടക്കുന്നത്? കല്യാണത്തിന്റെ മുമ്പ് നിശ്ചയിച്ച പെണ്ണിന് എല്ലാവരും കൂടി ഓരോ മിഠായും കേക്കും മുറിച്ചു കൊടുക്കുക. അതാരാ വന്നിരിക്കുന്നത്? അത് സ്കൂളിലെ 10ാം ക്ലാസ്സിലെ ഒരു വിഭാഗം, 11ാം ക്ലാസ്സിലെ ഒരു വിഭാഗം, 12ാം ക്ലാസ്സിലെ ഒരു വിഭാഗം, ഡിഗ്രി തലങ്ങളിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഒരൊറ്റ കുട്ടിനെയും ഈ പെണ്ണിന് കാണാൻ പറ്റൂല. പക്ഷെ എല്ലാവരും കൂട്ടം കൂടി വന്ന് ഓരോരുത്തരെ വക ഓരോ കേക്ക് മുറിച്ചു കൊടുക്കുകയാണ്. പുതിയാപ്പിളക്ക് വരെ ആ പെണ്ണിന്റെ ശരീരം തൊടണമെങ്കിൽ നിക്കാഹ് കഴിയണ്ടേ? പിന്നെ എങ്ങനെ അന്യ പുരുഷന്മാർക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുക്കുക? എന്നിട്ട് ആ വന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം. എന്തിനാ ഭക്ഷണം? എല്ലാരും ഹറാമ് ചെയ്തതിന്റെ പേരിൽ ഒരു സ്വീകരണം, ഒരു ഭക്ഷണം. നഊദു ബില്ലാഹി മിൻ ദാലിക്. ഈ ഹറാമൊക്കെ ചെയ്യാൻ വന്ന ആളുകൾക്ക് നല്ല ബിരിയാണി കൊടുത്ത് സ്വീകരിക്കേ? പാടില്ലത്. ഉപദേശിക്കണം. അത് കല്യാണല്ലേ, അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, അതിൽ കൂടരുത്. മുന്നറിയിപ്പ് നൽകേണ്ടത് അടുത്ത ബന്ധുക്കളോടാണ്. അന്ദിർ അശീറതകൽ അഖ്റബീൻ. അടുത്ത ബന്ധുക്കളെ നീ മുന്നറിയിപ്പ് നൽകണം, ഉപദേശിക്കണം. പറ്റാത്തത് കാണുമ്പോ പറ്റില്ല എന്ന് പറയണം, പാടില്ല എന്ന് പറയണം, ദീനിലത് പറ്റൂല എന്ന് പറയണം. അങ്ങനല്ലേ മഹാന്മാർ ഉപദേശിച്ചത്?